കേരളത്തിൽ പണ്ടുകാലം മുതൽക്കേ ധാരാളം സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും അതുപോലെ തന്നെ സിനിമാക്കാരുമൊക്കെ പല പാർട്ടികൾക്കും വേണ്ടി, എല്ലാ പാർട്ടികൾക്കും വേണ്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ വലിയ ഉദാഹരണങ്ങൾ ഇപ്പോൾ എസ് കെ പൊറ്റക്കാടുണ്ട്. എസ് കെ പൊറ്റക്കാട് 60കളിൽ തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്, പാർലമെൻറ്റിലേക്ക് ജയിച്ച് പോയിട്ടുണ്ട്. ONV തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല സാഹിത്യ നായകന്മാരും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. സുകുമാർ അഴീക്കോടും മാധവിക്കുട്ടിയൊക്കെ ഇതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ സാഹിത്യ നായകന്മാരെയും അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരെയും നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാവരും തന്നെ അവരുടെ എഴുത്തിലൂടെ ധാരാളം സാമൂഹ്യ പ്രതിബദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ONV ആണെന്നുണ്ടെങ്കിലും SK ആണെങ്കിലും അതുപോലെ സുകുമാർ അഴീക്കോടും മാധവിക്കുട്ടിയാണെന്നുണ്ടെങ്കിലും അവരുടെ എഴുത്തുകളിൽ അവർ ജനപക്ഷത്ത് നിന്നിട്ടുള്ള ആളുകളാണ്. അവർ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, അതിൽ വളരെ ധീരമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കൂട്ടം ആളുകൾ ഇപ്പോൾ നമ്മുടെ സിനിമാക്കാരാണ് പലപ്പോഴും ഈ മത്സരരംഗത്ത് വരുന്നത്. ഈ സിനിമാ നടന്മാർ പലപ്പോഴും നമ്മൾ മത്സരിക്കുന്നതും ചില സ്ഥലത്തൊക്കെ ജയിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മുകേഷ് ഇതുപോലെ കൊല്ലത്ത് ജയിച്ചിട്ടുണ്ട്. അതുപോലെ പത്തനാപുരത്ത് നിന്ന് ഗണേശൻ ജയിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും ധാരാളം ആളുകൾ മത്സരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ രമേശ് പിഷാരടി ഇവിടെ പാലക്കാട് മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് MP ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമയിൽ ഈ നടന്മാരുടെയൊക്കെ അവരുടെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സാമൂഹ്യ വിഷയത്തിലോ അതുപോലെ സംസ്ഥാനം ചെന്നുപെടുന്ന വലിയ പ്രശ്നങ്ങളിലോ ഏത് കാര്യത്തിലെങ്കിലും അവർ വ്യക്തമായിട്ട് ഒരഭിപ്രായം പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ സിനിമാ മേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ മീറ്റു ആരോപണങ്ങൾ വന്നു, അതുപോലെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് വന്നു. അപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഇപ്പോൾ മുകേഷോ ഗണേശനോ പോസിറ്റീവായിട്ട് പ്രതികരിച്ചായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർ തന്നെ ഈ പറയുന്ന മറ്റേ ആരോപണങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുമാണ്. ആ സ്ഥിതിയിൽ ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി സംസ്ഥാനത്തിൻ്റെ വലിയ നീറുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എന്തിനെക്കുറിച്ചെങ്കിലും ഒരഭിപ്രായം പാർലമെൻറ്റിലോ അല്ലെങ്കിൽ പുറത്തോ പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഇത്തരം പ്രധാനപ്പെട്ട സാമൂഹ്യ വിഷയങ്ങളിൽ എന്തിലെങ്കിലും അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഈ ആളുകൾ ഈ സിനിമാ രംഗത്ത് നിന്ന് കടന്നു വരുന്ന ഈ നടന്മാർ അവരുടെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുന്നതിനോ അതുപോലെ തന്നെ അവരുടെ സാമൂഹിക സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ പ്രളയങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ വിഷയങ്ങൾ ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ തന്നെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ ഇവർ യാതൊരു അഭിപ്രായവും പ്രകടിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചിരിക്കുന്നത് തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം ഇവിടെ പറയാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഇന്നത്തെ പത്രങ്ങളിലൊരു വാർത്തയാണ്. അമൃതഭാരത് എക്സ്പ്രസ്സിന് 3 സ്ഥലങ്ങൾ കൂടി അഡീഷണലായിട്ട് സ്റ്റോപ്പ് അനുവദിച്ചു. പയ്യന്നൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട്. അത് ഒരാഴ്ച മുമ്പേ ഈ സ്റ്റോപ്പുകൾ അനുവദിച്ചു. അപ്പോൾ അങ്ങനെ വരുന്ന വണ്ടിയിൽ MP ആയിട്ടുള്ള സുരേഷ് ഗോപി സഞ്ചരിക്കുകയാണ്. അതായത് ഇത് കൊണ്ടുവന്ന് താനാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയായിരിക്കണം അദ്ദേഹം ഈ വണ്ടിയിൽ സഞ്ചരിക്കുന്നു. അത് നേരത്തെ തന്നെ പാർട്ടി അണികൾക്കൊക്കെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ വൈകിയാണ് വരുന്നത്. മിക്കവാറും ഈ വണ്ടിയിൽ ഇദ്ദേഹം എത്താൻ സാധ്യതയില്ല എന്ന് ധരിച്ച് അണികളെല്ലാം പിരിഞ്ഞു. അങ്ങനെ അർദ്ധരാത്രി 1:30 മണിക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ ആരുമില്ല. അദ്ദേഹം ആ റെയിൽവേ സ്റ്റേഷനിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം വീണ്ടും വണ്ടി കയറി അദ്ദേഹം പോവുകയും ചെയ്തു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അതായത് ഇപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു നേതാവ്, അത് ഏത് പാർട്ടിയിൽ നിന്നും ആയിക്കൊള്ളട്ടെ, അത്തരം ആളുകൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ധാരാളം അത്തരത്തിലുള്ള ആളുകളെ
നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ കൂടെ ഇന്നില്ലാത്ത സഖാവ് GS പോലുള്ള ആളുകൾ, സഖാവ് EK നായനാരെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ K കരുണാകരനെ പോലുള്ള ആളുകളൊക്കെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ധാരാളം പേര് എല്ലാ മഴയും വെയിലും ഒക്കെ സഹിച്ചുകൊണ്ട്, ഇപ്പോൾ നമുക്കറിയാം VS അവസാന യാത്രക്ക് 10,000-കണക്കിന് ആളുകളാണ് അർദ്ധരാത്രിയിലും അത് കഴിഞ്ഞിട്ടും ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരുന്നത്. അതുപോലെ നമുക്ക് കണ്ട കാര്യമാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ അവസാന യാത്ര. അവരൊക്കെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടാവും. അത് പാർട്ടി അണികളൊന്നും ആയിരിക്കില്ല, ആ വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിൽ ആകർഷകരായിട്ട് വരുന്ന ആളുകളാണ്. ആ വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണഫലം അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. വലിയ ആൾക്കൂട്ടങ്ങൾ ഇവരെല്ലാം ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ അന്ത്യയാത്രയിലും അനുഭവിച്ചിരുന്നു. ഇപ്പോൾ VS വേണ്ടി കാത്തു നിന്ന് പൊട്ടിക്കരഞ്ഞ അനേകം പാവപ്പെട്ട മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ ഉമ്മൻചാണ്ടിയുടെ അവസാന യാത്രയിൽ ഇതുപോലെ തന്നെ രാത്രി മുഴുവൻ കാത്തു നിന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടി നിന്ന സാധാരണ ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടത്തെ നമുക്ക് ഇത്തരം സിനിമാക്കാരുടെ ഒരു പരിപാടിയിലും കാണാൻ സാധിക്കുന്നില്ല. കാരണം ഇവരാരും തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒരു വിഷയത്തിലും ഇതുവരെയായിട്ട് ഇടപെട്ടിട്ടില്ല. സ്വന്തം വ്യക്തിപ്രഭാവം ഉറപ്പിക്കുവാനും സ്വന്തം സാമൂഹ്യ മേധാവിത്വം ഉറപ്പിക്കുവാനും വേണ്ടി ഉള്ള ഒരു വഴി മാത്രമാണ് ഇവർക്ക് രാഷ്ട്രീയം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ, അപ്പോൾ ഇത് ചിന്തിച്ചു പോയത് ഈ ഇന്നലെയുള്ള സുരേഷ് ഗോപിയുടെ ഈ അനുഭവം കണ്ടതുകൊണ്ടാണ്. ഒരു അവസാനം റെയിൽവേ ഗാർഡും സ്വന്തം ഗൺമാനും മാത്രമായിട്ട് ഒരു തീവണ്ടിയിൽ വന്ന് അത് ആദ്യമായിട്ട് ആ സ്റ്റോപ്പിൽ നിർത്തുന്നത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ ഗതികേട് കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാണ്. സുരേഷ് ഗോപി ഇത്തരത്തിൽ താനാണ് തീവണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ടാക്കിയത് എന്ന് അറിയിക്കാനായിട്ട് ഇങ്ങനൊരു പരിപാടി നടത്തേണ്ട ഫലമായിട്ട് അന്നത്തെ ആ വണ്ടി, അമൃതഭാരത് വണ്ടി, 1.5 മണിക്കൂർ വൈകി എന്നതിൽ കവിഞ്ഞ് വേറെ മറ്റൊരു ഗുണവും അവിടെ സംഭവിച്ചിട്ടില്ല. ആ വണ്ടി ഒരു 1.5 മണിക്കൂർ വൈകി ഓടിയെന്ന് മാത്രം. അതുപോലെ തന്നെ രമേശ് പിഷാരടി ഇപ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ പാലക്കാട് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ മമ്മൂട്ടി എല്ലാ കാലത്തും പാലക്കാടൊക്കെ പോകുന്ന ആളാണ്. ധാരാളം ഷൂട്ടിങ്ങിനൊക്കെ അല്ലാതെ പോവുകയും പാലക്കാട്ടുകാർക്കൊക്കെ ധാരാളമായിട്ട് അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇത് ഒരു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ മഹാരാജ് കോളേജിൽ ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മമ്മൂട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ ഉദ്ഘാടനം നടത്തും, അല്ലെങ്കിൽ മോഹൻലാലിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു വാഗ്ദാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തേണ്ടതാണോ എന്നുള്ളത് ഈ വാഗ്ദാനം നടത്തുന്നവർ ആലോചിക്കണം. അതിനു പകരം നിയോജകമണ്ഡലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളത് എന്ന് ആദ്യം ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യും എന്ന് പറയുക, അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് ജനത്തിന് അറിയേണ്ടത്. അല്ലാതെ ഇപ്പോൾ മമ്മൂക്കയെ പാലക്കാട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ മോഹൻലാലിനെ പാലക്കാട് കൊണ്ടുവരാനോ അതിന് പ്രത്യേകിച്ച് ഇവരാരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അവർ പല ആവശ്യങ്ങൾക്കും ഷൂട്ടിങ്ങിനും മറ്റ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കെല്ലാം സ്ഥിരമായി വന്നു പോകുന്ന സ്ഥലമാണ് പാലക്കാട്. അപ്പോൾ ഇതിനെ സിനിമാ രംഗത്ത് നിന്ന് മത്സരിക്കുന്ന ആളുകൾ ഇതൊരു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിനേക്കാൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഈ തിരഞ്ഞെടുപ്പിനെ, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഉള്ളത്.